ഡോക്ടർ സൈലന്റ് അറ്റാക്കിനെ പറ്റി പറഞ്ഞല്ലോ, അത് വാട്ട് ഇസ് ദാറ്റ് ആൻഡ് വൈ? ഈ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് ചിലപ്പോൾ ആദ്യം വരുന്നത് ഒരു 500 മീറ്റർ നടന്നായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും, 300 ആവും, 200 ആവും, പിന്നെ ഒരു 50 മീറ്റർ നടക്കാൻ പോലും പറ്റില്ല, പിന്നെ കണ്ടിന്യൂസ് പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ രക്തക്കുഴലിലേക്കുള്ള ഫ്ലോ നോക്കുമ്പം കംപ്ലീറ്റ്ലി ഉണ്ടാവില്ല. ഇതൊരു മേജർ റീസൺ ഫോർ ഈ സിംറ്റംസ് ഒന്നും ഇല്ലാതെ വരുന്ന അറ്റാക്കിനെയാണ് സൈലൻറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ബേസിക് അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിംറ്റംസ് വരണമെങ്കിൽ ഇതേപോലെ ചില പേഷ്യൻസ് ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പം രാവിലെ വിളിച്ച് എണീക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു മെയിൻ കാരണം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണ് മൊഞ്ചാറോ, സെമാഗ്ലൂട്ടൈഡ്, ഒസെംബിക്. ദേ ആർ ഡയബറ്റിക് ഡ്രഗ്സ്, ദേ ഓൾസോ ഹെൽപ്പ് ഇൻ വെയിറ്റ് ലോസ്. കുഡ് യു എക്സ്പ്ലെയിൻ അതെന്താണ്, വൈ, വാട്ട് ഇസ് അത്, ഹൗ ആർ ദേ റിലേറ്റഡ്, ആസ് ഇൻ ഹൗ ക്യാൻ ദാറ്റ് ബി യൂസ്ഡ് ആസ് എ ഡയബറ്റിക് അല്ലാത്ത ഒരാൾക്ക് വെയിറ്റ് ലോസിന് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? അതെന്താ? ഈ ഡ്രഗ്സൊക്കെ 10%, 15%, 20% വരെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എ ഡ്രീം ഫോർ എവരി വൺ. കാരണം നമുക്കറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 5 കിലോ കുറയ്ക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്കൊരു 100 കിലോ ഉള്ള ഒരാൾക്ക് 20 കിലോ കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ അമേസിങ് തിങ്. ഡോക്ടർ ഇപ്പോൾ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിനെ പറ്റി പറഞ്ഞു, വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്. ഈ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡയബറ്റിസ് വലിയ രക്തക്കുഴലിനെ ബാധിക്കുന്നതിനാണ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ. പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഇമ്മീഡിയറ്റ് ആണ്, കുറേ കാലം കൊണ്ടല്ല. കാരണം പറഞ്ഞാൽ അതെന്താ, നമ്മൾ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിനെ ബാധിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, അത് ശരിക്കും പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ശ്വാസം മുട്ടലാവാം, ഹാർട്ട് ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ സൈലൻറ്റ് അറ്റാക്ക് പോലെ ആവാം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിനെ ബാധിക്കുന്നതിൻ്റെ എഫക്റ്റ്. രണ്ടാമത്തെ പറഞ്ഞാൽ തലച്ചോറ് രക്തക്കുഴലിൽ ബാധിക്കുമ്പോൾ അത് നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ CVA എന്ന് പറയും. ഈ സ്ട്രോക്ക് തന്നെ കംപ്ലീറ്റ് സ്ട്രോക്ക് ആവണം ചില സമയങ്ങളിൽ. ചില സമയത്ത് ട്രാൻസിയൻ്റ് ആയിട്ടുള്ളൊരു TIA പോലെ അറ്റാക്ക് വരാം, അതൊരു 1 മിനിറ്റ് താഴെ നിൽക്കുന്ന പോലെ. ദാറ്റ്സ് എ വാർണിംഗ് സൈൻ ശരിക്കും പറഞ്ഞാൽ. ചില സമയങ്ങളിൽ കംപ്ലീറ്റ്ലി ഒരു വശത്ത് തളർച്ച പോലെ വരിക, അല്ലെങ്കിൽ ബ്ലീഡിങ് പോലെ വരിക തലച്ചോറിനകത്ത്. ഇതൊക്കെയാണ് സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന സംഭവം. പിന്നെയാണ് കാല് രക്തക്കുഴലിനെ ബാധിക്കുന്നത്. കാല് രക്തക്കുഴലിനെ ബാധിക്കുന്നതും ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണണമെന്നില്ല. കാരണം ഗ്രാജ്വലി അതിൻ്റെ കൂടെ സ്മോക്കിങ്ങും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും കൂടി ഉണ്ടെങ്കിൽ ഗ്രാജ്വലി വരും. സെൻസേഷൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു മുറിവ് വരിക, അത് ഉണങ്ങാൻ സമയം എടുക്കുക, കാലിലെ കളറ് മാറി തുടങ്ങുക, കാലിലേക്കുള്ള പൾസിൻ്റെ ബൗണ്ടിങ് പൾസൊക്കെ ഉള്ള സാധനങ്ങൾക്ക് കുറഞ്ഞ് പൾസിൻ്റെ പവർ കുറഞ്ഞു വരിക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നടക്കുമ്പോൾ ക്ലോഡിക്കേഷൻ പെയിൻ എന്ന് പറയും. കുറച്ച് നടക്കുമ്പം ആൾക്കാർക്ക് കാലിന് ഭയങ്കര കഴപ്പ്, അല്ലെ പിടിച്ചു നിർത്തുന്ന പോലുള്ള വേദന. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നടത്തം നിർത്തിക്കഴിഞ്ഞാൽ അത് മാറും, പിന്നെ നടക്കാൻ പറ്റും. ഈ ക്ലോഡിക്കേഷൻ ഡിസ്റ്റൻസ് ചിലപ്പോൾ ആദ്യം വരുന്നത് ഒരു 500 മീറ്റർ നടന്നായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും, 300 ആവും, 200 ആവും, പിന്നെ ഒരു 50 മീറ്റർ നടക്കാൻ പോലും പറ്റില്ല, പിന്നെ കണ്ടിന്യൂസ് പെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ രക്തക്കുഴലിലേക്കുള്ള ഫ്ലോ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഉണ്ടാവില്ല. ഇതൊരു മേജർ റീസൺ ഫോർ ആംപ്യൂട്ടേഷൻ. കാലിന് വിരൽ മുറിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടാവുക, പിന്നെ ഉണങ്ങാത്ത അൾസർ ഉണ്ടാവുക. ഇതിൻ്റെയൊക്കെ ഒരു റീസണാണ് നമ്മളുടെ ഈ രക്തക്കുഴലിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ. അപ്പോൾ അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്, പക്ഷെ നമ്മളത് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കണം. ഇതേപോലെ രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖം കൊണ്ട് വരുന്ന കുറേ പ്രശ്നങ്ങൾ പിന്നെയും ഉണ്ട്. നമുക്കറിയാം സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാം, അതുപോലെ തന്നെ റെക്ടൽ ഡിസ്ഫങ്ഷൻ പോലെ കാര്യങ്ങൾ വരാം. പിന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവുകൾ ഉണങ്ങാനുള്ളത് പോലെ തന്നെ ഇൻഫെക്ഷൻ്റെ സാധ്യത, ഡയബറ്റീസ്, മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ വേറെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് സാധാരണ ഗതിയിലുള്ളത്. ഡോക്ടർ സൈലന്റ് അറ്റാക്കിനെ പറ്റി പറഞ്ഞല്ലോ, അത് വാട്ട് ഇസ് ദാറ്റ് ആൻഡ് വൈ? ഓക്കെ, സൈലന്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ വരാം. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, പേഷ്യൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കലായിട്ടുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റം എന്തായിരിക്കും? നമുക്ക് ഒരു ഭയങ്കര സിവിയർ ചെസ്റ്റ് പെയിൻ ഉണ്ടാവുക, സ്വെറ്റിംഗ് ഉണ്ടാവുക, നമുക്ക് പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുക. ഈ സിംറ്റംസ് ഒന്നും ഇല്ലാതെ വരുന്ന അറ്റാക്കിനെയാണ് സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ബേസിക് അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിംറ്റംസ് വരണമെങ്കിൽ ഹൃദയത്തിന് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾ, നെർവ്സ് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഈ പെയിൻ ഉണ്ടാവില്ല, സ്വെറ്റിംഗ് ഉണ്ടാവില്ല. അതായത് ഇറ്റ്സ് എ സൈൻ ഓഫ് അഡ്വാൻസ്ഡ് ന്യൂറോപ്പതി, മനസ്സിലായില്ലേ? അതുപോലെ രക്തക്കുഴലിനെ ബാധിക്കുന്ന മേജർ അസുഖത്തെ പോലെ തന്നെയുള്ള ചെറിയ രക്തക്കുഴലിനെ ബാധിച്ചുണ്ടാകുന്ന ന്യൂറോപ്പതി കാരണം ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ പോലെ തന്നെ ഞരമ്പുകളെയും ബാധിക്കുമ്പോൾ അതിന് പെയിൻ സെൻസേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോഴാണ് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് പെയിനും സ്വെറ്റിംഗും ഒന്നും ഇല്ലാതെ തന്നെ പേഷ്യൻസ് ചിലപ്പോൾ കൊളാപ്സ് ചെയ്ത് വീഴുന്നതും, അല്ലെങ്കിൽ അവർക്ക് ഒരു ചെറിയ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ആയിരിക്കും തോന്നുന്നുണ്ടാവുക, അബ്ഡോമിൻ ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെത്ത്ലെസ്നെസ് പോലെയോ ECG ഒക്കെ എടുത്തും ഭയങ്കരധികം ചേഞ്ചസ്, രക്തക്കുഴൽ കംപ്ലീറ്റ് അടഞ്ഞു പോയിട്ടുണ്ടാവുക. അതാണ് ശരിക്കും പറഞ്ഞാൽ സൈലന്റ് അറ്റാക്ക്. ഇതേപോലെ ചില പേഷ്യൻസ് ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പം രാവിലെ വിളിച്ച് എണീക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു മെയിൻ കാരണം ആ സെൻസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഡയബറ്റിക് ആയ ഒരാൾക്ക് അത് ന്യൂറോപ്പതി നെർവ്സിന് ഇമ്പാക്ട് ആയി കഴിഞ്ഞാൽ സാധാരണ ഒരു ഹാർട്ട് അറ്റാക്കോ ചെസ്റ്റ് പെയിനോ വരുന്ന ആ ഫീലിംഗും സെൻസേഷനും ഇല്ലാത്തത് കൊണ്ട് വരുന്നതാണ്. ആൻഡ് ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ വിൽ റഷ് ടു എ കാഷ്വാലിറ്റി ഓർ ഹോസ്പിറ്റൽ ആൻഡ് ഡു സംതിങ്. ഇത് വാർണിംഗ് സൈൻസ് ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ലോ ഷുഗർ വരുമ്പോഴും
അതുപോലെ കാലിൻ്റെ സെൻസേഷൻ പോകുന്നതും ഇതുപോലെ തന്നെയാണ്. എന്തെങ്കിലും മുള്ളു കൊണ്ടാലോ ആണി കൊണ്ടാലോ എന്ന് അറിയില്ല. അപ്പം നമ്മളുടെ സെൻസേഷൻസ് പോവുകയാണ് ശരിക്കും. Coming to the medical management, medical science have improved dramatically in the last couple of decades. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണ് മൊഞ്ചാറോ, സെമാഗ്ലൂട്ടൈഡ്, ഒസെംബിക്. ദേ ആർ ഡയബറ്റിക് ഡ്രഗ്സ്. ദേ ഓൾസോ ഹെൽപ്പ് ഇൻ വെയിറ്റ് ലോസ്. കുഡ് യു എക്സ്പ്ലെയിൻ അതെന്താണ്, വൈ, വാട്ട് ഇസ് അത്, ഹൗ ആർ ദേ റിലേറ്റഡ്, ആസ് ഇൻ ഹൗ ക്യാൻ ദാറ്റ് ബി യൂസ്ഡ് ആസ് എ ഡയബറ്റിക് അല്ലാത്ത ഒരാൾക്ക് വെയിറ്റ് ലോസിന് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? അതെന്താ? ഇതിലേക്ക് വരുന്നതിൻ്റെ മുമ്പേ ചെറിയൊരു സ്റ്റോറി പോലെ പറയാം. അപ്പം ഞാനൊരു പ്രാക്ടീസ് തുടങ്ങുമ്പോൾ 2015 DM കഴിഞ്ഞ് പാസ് ഔട്ട് ആവുന്നത്. ഇപ്പം 2025 10 ഇയേഴ്സ്. ഈ 10 ഇയേഴ്സിനുള്ളിൽ തന്നെ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി മാറിയിട്ട്. പണ്ട് നമുക്ക് ആക്ച്വലി ഒരു മെറ്റ്ഫോമിൻ്റെ ടാബ്ലറ്റും സൾഫണിയൂരിയ പോലുള്ള ഗുളിയും പയബറ്റിസിൻ്റെ ഗുളിയേ ഉള്ളൂ. ഈ കഴിഞ്ഞൊരു ഡിക്കേഡിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഡയബറ്റീസിന് വേണ്ടി വന്നിട്ടുണ്ട്. DPP-4 ഇൻഹിബിറ്റർ, ടാബ്ലറ്റും ബിൽഡാഗ്ലിട്ടുണ്ട്, SGLT2 ഇൻഹിബിറ്റർ, ബ്ലഡ് ഗ്ലൂക്കോസ് യൂറിൻ വഴി കളയുന്ന രീതിയിലുള്ള ഗുളികകൾ. അതുപോലെ തന്നെ ഇതാണ് അതിന് ശേഷം വന്നാണ് GLP-1 റിസപ്റ്റർ അഗണിസ്റ്റ്. ഇതാണ് നമ്മളെ സെമാഗ്ലൂട്ടൈഡ്, ടെർസെപ്പാറ്റൈഡ്, GLP and GIP അഗണിസ്റ്റ് വന്നത്. പിന്നെ ഡുലാഗ്ലൂട്ടൈഡ് അതൊക്കെ വന്നത്. ഈ ഇഞ്ചക്ഷൻസും ഗുളികളൊക്കെ വന്നപ്പം എന്താ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FDA ഒരു മാൻഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയബറ്റീസിൻ്റെ മെഡിക്കേഷൻസ് ഈ 2007 ശേഷം അപ്രൂവ്ഡ് എല്ലാ മെഡിക്കേഷൻസും അത് ഹാർട്ടിന് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഹാർട്ടിന് ഡേഞ്ചറസ് അല്ല എന്നുള്ള രീതിയിൽ കാണിക്കണം എന്നുള്ളത്. കാർഡിയോവാസ്കുലർ ഔട്ട്കം ട്രയൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ കൊടുക്കുമ്പോൾ പകരം ഈ ഗുളിക നമ്മൾ ഡയബറ്റീസുള്ള പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ ഹാർട്ട് ഫെയിലിയർ ഇതൊന്നും വരരുത് എന്നുള്ളതാണ് മാൻഡേറ്റ്. അതായത് അത് നെഗറ്റീവ് ആവാൻ പാടില്ല. കാരണം പണ്ട് ചില മെഡിസിൻസ് അങ്ങനെ നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നെഗറ്റീവ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞ സ്റ്റഡി തുടങ്ങിയപ്പോൾ പല മെഡിസിൻസിനും പോസിറ്റിവിറ്റി കാണിച്ചു തുടങ്ങി. നമ്മൾ ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് ഓഫ് കെയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് കുറയുന്നു, സ്ട്രോക്ക് കുറയുന്നു, കിഡ്നിയുടെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യുന്നു, കിഡ്നി ഫെയിലിയർ കുറയുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വന്ന ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു കണ്ടുപിടുത്തം കൊണ്ടാണ് ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസായി മാറിയത്. ഇപ്പം നമുക്ക് എല്ലാ പേഷ്യൻസും ഓക്കെ. അപ്പോൾ ഇപ്പോൾ എല്ലാ പേഷ്യൻസും നമ്മളങ്ങനെ ഡയബറ്റീസ് വരുമ്പോൾ ആദ്യമേ ഒരു മരുന്നും കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഡയബറ്റീസ് വന്ന പേഷ്യൻ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അവർക്ക് ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, ഓൾറെഡി സ്ട്രോക്ക് ഉള്ള പേഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ് ഉണ്ടോ, ഫാമിലി ഹിസ്റ്ററി, പിന്നെ അവർക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടോ, കിഡ്നി ഡിസീസ് ഉണ്ടോ, ഇങ്ങനെ ആദ്യം ക്ലാസ് ചെയ്യും. ദിസ് ആർ ഓൾ കോൾഡ് ഹൈ റിസ്ക് പേഷ്യൻസ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ശരിക്കും പറഞ്ഞാൽ ലോ റിസ്ക് പേഷ്യൻസ്. ഈ ഹൈ റിസ്ക് പേഷ്യൻസിനുള്ള ആൾക്കാർക്കാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ GLP-1 റിസപ്റ്റർ അഗണിസ്റ്റോ അല്ലെങ്കിൽ SGLT2 ഇൻഹിബിറ്ററോ ഒക്കെ ആദ്യമേ തുടങ്ങുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കാർഡിയാക് പ്രൊട്ടക്ഷൻ ആസ് വെൽ ആസ് കിഡ്നി പ്രൊട്ടക്ഷൻ. ബാക്കി ഇതൊന്നും ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് സാധാരണ പോലെ തന്നെയുള്ള മെഡിക്കേഷൻസ് കൊടുത്ത് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ്. അതാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് തന്നെ ഡയബറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് മാറി ആൻഡ് ഫ്യൂച്ചർ ലുക്സ് ബ്രൈറ്റ്. അപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചല്ലോ സെമാഗ്ലൂട്ടൈഡിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ടെർസെപ്പാറ്റൈഡിനെ പറ്റിയൊക്കെ ചോദിച്ചല്ലോ. മൊഞ്ചാരോ പോലുള്ള മെഡിക്കേഷൻസും അല്ലെങ്കിൽ വിഗോവി, ഒസെംപിക് എന്ന് പറയുന്ന മെഡിസിൻസ് ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലുണ്ട്. അതെ, വിഗോവി വന്നിട്ട് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം ഒരു 5-6 മാസം ആവാറായി. മൊഞ്ചാരോ വന്നിട്ടും ഇതുപോലെ തന്നെ ഒരു 5-8 മാസം ആവാറായി. അപ്പം പീപ്പിൾ ആർ യൂസിങ് ദാറ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വിഗോവി ആണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ മൊഞ്ചാരോ ആണെങ്കിലും ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ഫോർ ഒബീസിറ്റി. രണ്ടുപേരും ഒബീസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ല. BMI more than 30 അല്ലെങ്കിൽ BMI more than 27 വിത്ത് കോമോബിഡിറ്റീസ്. ഈ കോമോബിഡിറ്റി ക്യാൻ ബി ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കോമോബിഡിറ്റീസ് പറഞ്ഞത്. അവരുടെ ആൾക്കാർക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ മെഡിസിൻ ഉപയോഗിക്കാം. മോഞ്ചോറോ ആണെങ്കിലും വിഗോവി ആണെങ്കിലും ടെർസെപ്പാറ്റൈഡ് അല്ലെങ്കിൽ സെമാഗ്ലൂട്ടൈഡ്, ഇഞ്ചെക്ടബിൾ സെമാഗ്ലൂട്ടൈഡ്, അത് വെയിറ്റ് ലോസ് ഉണ്ട്. വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ ഡയബറ്റിക് ഇല്ലാത്തവർക്ക് ഈ മെഡിസിൻസ് യൂസ് ചെയ്ത ഹൈപ്പോഗ്ലൈസമിക് ക്രിയേറ്റ് ചെയ്യില്ല. ഇല്ല, ലോ ബ്ലഡ് ഷുഗർ ലെവൽ ക്രിയേറ്റ് ചെയ്യില്ല. ലോ ബ്ലഡ് ഷുഗേഴ്സ് ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അങ്ങനെയാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് ലോവറിങ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, അത് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവിനനുസരിച്ചിട്ട് മാത്രമേ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുള്ളൂ. ലോ അല്ലെങ്കിൽ നോർമൽ ബ്ലഡ് ഷുഗറിൽ ഒരാൾക്ക് ഒരിക്കലും ബ്ലഡ് ഷുഗേഴ്സിനെ കുറയ്ക്കില്ല. അപ്പോൾ എല്ലാ സ്റ്റഡീസും കാണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ ഡയബറ്റീസ് ബോർഡർ ലൈൻ ആൾക്കാരുടെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുകയും വെയിറ്റ് നന്നായിട്ട് കുറയുകയും ചെയ്യുന്നു. അതായത് മീനിങ് ഫുൾ വെയിറ്റ് ലോസ് എന്നാൽ മിനിമം 5% ബോഡി വെയിറ്റിംഗും വേണം. ഈ ഡ്രഗ്സൊക്കെ 10%, 15%, 20% വരെയാണ് വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എ ഡ്രീം ഫോർ എവരി വൺ. കാരണം നമുക്കറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു 5 കിലോ കുറയ്ക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്കൊരു 100 കിലോ ഉള്ള ഒരാൾക്ക് അത് 20 കിലോ കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ അമേസിങ് തിങ്. അപ്പം പലരുടെയും കഷ്ടപ്പെടുന്ന പല പേഷ്യൻസിനും ഇത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഐ ഓൾസോ വാണ്ട് യു ടു എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ്
importance of how lifestyle, because diabetes at the end of the day is a lifestyle disease. While doctor പറഞ്ഞ പോലെ medical management is important, medical management has advanced dramatically in the last 10 years. പക്ഷേ at the end of the day ഇതൊരു lifestyle management disease ആണ്. അപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ മാറ്റി നിർത്തരുത്. പക്ഷെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്. ഇത് രണ്ടും വാട്ട് ഡു യു അഡ്വൈസ് ഒരു പേഷ്യൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ? നമ്മൾ എല്ലാ അഡ്വൈസിലും നമ്മൾ ആദ്യം പേഷ്യൻ്റ് പറഞ്ഞത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ, പലരും വർക്കിംഗ് ആയിരിക്കും. വർക്ക് പ്ലേസിൽ ഡയബറ്റീസ് മാനേജ് ചെയ്യുക, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല പേഷ്യൻസിനോട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഈ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ പറയുമല്ലോ, ഒരു കൃഷി ചെയ്യുമ്പം ഒരു നിലമുണ്ട്, ആ നിലത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വിത്തിടുന്നതും നിലം ഒന്ന് നനച്ച് ഉഴുത് വിത്തിടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ആ ഉഴുത് നനയ്ക്കുകയും ചെയ്യുന്ന പരിപാടികളാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻസിനെയും ഇമ്പാക്റ്റും ഡിഫറൻസും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മിനിമം അവരോട് പറയാറുള്ളതെന്ന്, നിങ്ങൾ ഒന്ന് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാറുള്ളൂ. അത് ക്വാണ്ടിറ്റി വളരെയധികം വേരി ചെയ്യിക്കാതിരിക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ സെയിം ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കുക. നിങ്ങൾ സാധനങ്ങൾ മാറ്റിക്കോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാത്രി നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ രണ്ട് ചപ്പാത്തി എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായി കഴിക്കുക, കറികൾ മാറ്റി മാറ്റി കഴിക്കുക. അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ കിട്ടും, നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ സമയവും ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി. പിന്നെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എക്സോട്ടിക് ഡയറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പേഷ്യൻസ് അത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത്, രാവിലെയാണോ രാത്രിയാണോ എപ്പോഴാണോ പറ്റുന്നത്, യു ഡു അറ്റ്ലീസ്റ്റ് 30 minutes ഓഫ് എക്സസൈസ് പെർ ഡേ ഓഫ് യുവർ ചോയ്സ്. ചിലർക്ക് വീട്ടിൽ ജിം ഉണ്ടാവും, ചിലർക്ക് ആച്ചുണ്ടെങ്കിൽ അടുത്ത പാർക്ക് ഉണ്ടാവും നടക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോ പേഷ്യൻസ് ഇൻഡിവിജ്വലായിട്ട്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 days പെർ വീക്കെങ്കിലും നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇത് സിമ്പിൾ അഡ്വൈസ് കൊടുക്കാം. കാരണം ഈ സിമ്പിൾ അഡ്വൈസ് ചിലരുടെ എക്സസൈസിൻ്റെ എന്താ പറയുക താല്പര്യവും അവരുടെ ഫിറ്റ്നസ് ലെവലൊക്കെ വ്യത്യാസമായിരിക്കും. അവർ ഞാൻ ഓൾറെഡി 60 minutes എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഗുഡ്, മിനിമം 30 minutes പെർ ഡേ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പം ഇത് രണ്ടും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രഗിനെ പറ്റി പറയാറേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഡ്രഗുകൾ എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഡയറ്റും കൺട്രോൾ ചെയ്യണം, ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗം കൂടിയാണ് സ്മോക്കിംഗ് ആസ് വെൽ ആസ് ആൽക്കഹോൾ. അതും കൂടി നമ്മൾ പറയാറുണ്ട് ഒരു മൈൽഡ് വേയിൽ.